ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കേരളത്തിൻ്റെ സ്വന്തം ആഘോഷമായ ഓണം അടുത്തെത്താറായി. നമുക്കറിയാം, ഓണം എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്തമായ ഓഫറുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാറുണ്ട്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകൾ വെക്കാറുണ്ട്. അവ പല സ്ഥാപനങ്ങളാവാം, ടെക്സ്റ്റൈൽസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഐറ്റംസ്, അങ്ങനെ പല രൂപത്തിലുള്ള സാധനങ്ങൾ നമുക്ക് മുമ്പിൽ ഓഫർ വെക്കാറുണ്ട്. അത് 50% അല്ലെങ്കിൽ പകുതി വില, അങ്ങനെ പല രൂപത്തിലുള്ള പല ഓഫറുകളാണ് അവർ വെക്കാറ്. എന്നാൽ ഞാൻ ചിന്തിക്കേണ്ടത്, നമുക്ക് ആ സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവർ വാങ്ങി ഇവർ വാങ്ങി, അടുത്ത വീട്ടുകാർ വാങ്ങി, അങ്ങനെ പല ആളുകളും വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി വാങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മുടെ അടുക്കൽ പണമില്ലെങ്കിൽ പോലും എങ്ങനെയുമൊക്കെ പണം ഉണ്ടാക്കി ചെന്ന് ആ സാധനം വാങ്ങുന്ന ഒരു സിസ്റ്റം ഇന്നത് മാർക്കറ്റിനെ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രത്യേകിച്ചും സെലിബ്രിറ്റികളായ ആളുകളെ പരസ്യം ചെയ്യിപ്പിച്ച്, അതുപോലെ തന്നെ ജനങ്ങളെ അതിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Are you ready for the mass Onam? പ്രത്യേകിച്ചും മൊബൈൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയ ഉപകരണങ്ങൾ, അവരിലൂടെയാണ് കൂടുതലും ഇന്ന് ഇത്തരം പ്രചരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രമാവട്ടെ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ജനങ്ങളെ സ്വാധീനിപ്പിക്കുന്ന രൂപത്തിലുള്ള പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്ത്രം എന്ന് വെച്ചാൽ, അവർ ആദ്യമായി ക്യാഷ് കൂട്ടും, 15,000 രൂപ, ഓണം വന്നാൽ 10,000 രൂപ, അങ്ങനെ യഥാർത്ഥ വില തന്നെ ഓണത്തിന് വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പല ഡിസ്കൗണ്ടുകളും അവർ വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്തരം ചതിയിലൊന്നും പെടാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അത് മാർക്കറ്റ് തന്ത്രമാണ്, അവരുടെയൊക്കെ മാർക്കറ്റ് തന്ത്രമായതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ ഈ സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അവരുടെ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ വിറ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അവർക്കുള്ളത്. അല്ലേ ചേച്ചി, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ കിട്ടിയൊന്നല്ല, നല്ല ഓഫർ ഉണ്ട്, പോയി നോക്ക്. ഓക്കെ, ബൈ. പോട്ടെ. ഹേയ്, ആഷിക്കാണ് ഓണത്തിന്റെ ഓഫറുകളുമായിട്ട് നടുവണ്ണൂരുള്ള ഡേമായിട്ട് പിന്നെയും വന്നിട്ടുണ്ടോ. എന്തൊക്കെയാ നോക്കിയാലോ നമുക്ക്. ലെറ്റ്സ് ഗോ. 3 ജാർ മിക്സി 5 വർഷം വാറന്റി, വെറും 1489. പ്രത്യേകിച്ചും ഈ ഓഫർ വെച്ചുകൊണ്ട് തന്നെ ഈ ഓണമായാലും ക്രിസ്മസ് ആയാലും അല്ലെങ്കിൽ ന്യൂ ഇയർ ആയാലും, അങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ അവർ ഇത്തരം ഓഫറുകളൊക്കെ വെച്ച് ജനങ്ങളുടെ മനസ്സിനെ കീഴടപ്പിക്കുന്ന രൂപത്തിലുള്ള ഓരോ ഓഫറുകളും അവർ വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എന്തായി ഓണം? ഓണാഘോഷമൊക്കെ തുടങ്ങിയോ? പിട്ടാപ്പിളി ഏജൻസീസ് ഫുൾ ഓണാണ്. ഇവിടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇത്തവണ നിങ്ങൾക്ക് എന്താ ഓണ സമ്മാനമായിട്ട്? ഒരു ടി വി ആയാലോ, ഒരു റെഫ്രിജറേറ്റർ ആയാലോ, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ, ഒരു സ്മാർട്ട് ഫോൺ ആയാലോ, എല്ലാം തരാം. ഇത് 100 പേർക്കല്ല, 1000 പേർക്കല്ല, 10,000 പേർക്കാണ് സമ്മാനം. എന്താ കേട്ടിയോ? അതെ, ഈ ഓണക്കാലത്ത് പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്ന് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, സ്മാർട്ട് ഫോൺ, അങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ നേടാം. അതും 10,000 പേർ. 10,000. ഇപ്പൊ നിങ്ങൾ കേട്ടില്ല, 10,000 പേർക്കാണ് വ്യത്യസ്തമായ ഓഫറുകൾ അവർ പ്രഖ്യാപിച്ചത്. ഇതുപോലെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഒരുപാട് ഓഫറുകൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് അവരെ ആകർഷിപ്പിച്ച് ജനങ്ങളെ ആ സ്ഥാപനങ്ങളുമായി അടുപ്പിക്കുന്ന രൂപത്തിലുള്ള പല ഓഫറുകളുമാണ് അവർ മുന്നിൽ വെക്കുന്നത്. അതിൽ നിങ്ങൾ വീഴരുത്. ഓരോരുത്തർക്കും ആവശ്യമായ സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ലൈഫിനെയും ഒക്കെ സുരക്ഷിതമാക്കണം. ഓരോരുത്തരുടെയും ബിസിനസ് തന്ത്രങ്ങളാണ് എന്നുള്ള ഓരോ ബോധവും നമുക്ക് ഓരോ വർഷവും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പോയി വാങ്ങുകയും അത് വാങ്ങി തിരിച്ചു വരിക, അല്ലാതെ ഒരു സാധനങ്ങൾ വാങ്ങാൻ പോയാൽ വീണ്ടും വേറെ സാധനം വാങ്ങുന്ന ഒരു മനസ്സാണ് ആ ഷോപ്പുകളിലും മറ്റും നമ്മൾ പോയാൽ തന്നെ ഉണ്ടാവുന്നത്. അത്തരം ഒരു തന്ത്രമാണ് ആ ഓണേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ മാനേജേഴ്സും ഒക്കെ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളത്. അത് നാം കൃത്യമായി മനസ്സിലാക്കുകയും ഒക്കെ വേണം. ഈ ഓണത്തോടനുബന്ധിച്ച് ക്ലാസിക് ഹോംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മാവേലി പോലും അമ്പരക്കും വിലക്കുറവും കൈ നിറയെ സമ്മാനങ്ങളും മാത്രമല്ല, നറുക്കെടുപ്പില്ലാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, അതിനൊക്കെ ക്യാഷ് കൂട്ടി പിന്നീട് ഓണം മറ്റും ഓഫറുകളൊക്കെ വന്നാൽ കുറച്ച് യഥാർത്ഥ വില വെച്ച് കൊണ്ടുള്ള ഓഫർ എന്ന നിലയ്ക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട്
ആവശ്യമായ സാധനങ്ങൾ മാത്രം കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത്തരം ചതിയിൽപ്പെടുമ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ ഇത്തരം ചതിയിൽപ്പെട്ട് അങ്ങനെ അതൊരു ചെങ്ങലയായി മാറിക്കൊണ്ട് സാധാരണക്കാർ ഇതിൽ കൂടുതൽ അകപ്പെടുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണം ഉള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് അനാവശ്യമായി ചിലവഴിക്കാനുള്ളതല്ല, ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലുള്ള ഷോപ്പുകളായിക്കോട്ടെ, എല്ലാവർക്കും ഇതൊരു പാഠമാവണം. നമ്മുടെ ഇത്തരം സമ്പത്തുകൾ ചെലവഴിക്കേണ്ടത് നേരായ മാർഗത്തിലാണെന്ന്, അതുപോലെ തന്നെ അവരുടെ ആ തന്ത്രങ്ങളെ നാം കീഴ്പ്പെടുത്തേണ്ട ഒരു ആവശ്യവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു വാച്ചിങ്.